ആക്ച്വലി നമ്മുടെ JPH എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് വന്ന ദിവസമാണ് അല്ലെ. JPH എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ്. ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത്, എപ്പോഴും മറന്നു പോകുന്ന എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് കമന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയോനേറ്റൽ റിഫ്ലക്സസ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച്. വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. ഇന്ന് ആക്ച്വലി നമ്മുടെ JPH എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് വന്ന ദിവസമാണ് അല്ലെ. അപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻ കേസ് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ, അതായത് കേരള PSCയുടെ പ്രൊഫൈലിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതിനകത്ത് നിന്ന് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് JPH എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്യുക. അതിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം അതുപോലെ ഫോളോ ചെയ്ത് നമ്മുടെ എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക കേട്ടോ. അപ്പം ഇൻ കേസ് ആരെങ്കിലും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, നിർബന്ധമായും ഇന്ന് തന്നെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു സീരീസ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 25 പോയിന്റ്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ ഇന്ന് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് ഏതാണ് എന്ന് ഒരു ഐഡിയ ഉണ്ടോ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പഠിച്ചിട്ട് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത്, എപ്പോഴും മറന്നു പോകുന്ന എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് കമന്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് ഒത്തിരി കമന്റ്സ് കിട്ടിയ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ഡിസ്കഷനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഏതാണ് എന്ന് ഒരു ഐഡിയ ഉണ്ടോ? യെസ്, അതായത് നിയോനേറ്റൽ റിഫ്ലക്സസ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയോനേറ്റൽ റിഫ്ലക്സസ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ടൈം കളയാതെ നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. ഇതിൽ ആക്ച്വലി ഏത് രീതിയിലാണ് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റിഫ്ലക്സ് അതിന്റെ നോർമൽ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, ആ രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. ഓരോ റിഫ്ലക്സ് അപ്പിയർ ആകുന്നത് എപ്പോഴാണ്, ഡിസപ്പിയർ ആകുന്നത് എപ്പോഴാണ്, ആ റിഫ്ലക്സ് പേഴ്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് അബ്നോർമാലിറ്റി ആയിരിക്കാം, ആ രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് നോക്കാം, എന്താണ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. റിഫ്ലക്സ് ആർ ഇൻവോളണ്ടറി മോട്ടോർ റെസ്പോൺസസ് ഒറിജിനേറ്റിംഗ് ഇൻ ദ ബ്രെയിൻ സ്റ്റെം ഓർ സ്പൈനൽ കോഡ്. നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിൽ അല്ലെങ്കിൽ സ്പൈനൽ കോഡിൽ നിന്ന് എറേസ് ചെയ്യുന്ന ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ കൺട്രോളിൽ അല്ലാത്തത് അല്ലെ, ഇൻവോളണ്ടറി ആയിട്ടുള്ള മോട്ടോർ റെസ്പോൺസസിനാണ് നമ്മൾ എന്ത് പറയുക, റിഫ്ലക്സ് എന്ന് പറയുക. സോ പെർസിസ്റ്റൻസ് ഓഫ് പ്രിമിറ്റീവ് റിഫ്ലക്സ് സച്ച് ആസ് CNS പത്തോളജി. അതായത് പ്രിമിറ്റീവ് ആയിട്ട് കുറച്ച് റിഫ്ലക്സ് ഉണ്ട്. പ്രിമിറ്റീവ് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ബർത്തിൽ തന്നെ നമുക്കുള്ള റിഫ്ലക്സുകളാണ്. സോ അത് പെർസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു സ്പെസിഫിക് ഏജ് എത്തുമ്പോൾ സാധാരണ നോർമലി അത് ഡിസപ്പിയർ ആകണം. ഇൻ കേസ് ഡിസപ്പിയർ ആയില്ല എന്നുണ്ടെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം പത്തോളജി നമുക്ക് സസ്പെക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റിഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറോ റിഫ്ലക്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ മോറോ റിഫ്ലക്സ് നമ്മൾ എങ്ങനെയാണ് എലിസിറ്റ് ചെയ്യുക? എലിസിറ്റഡ് ബൈ സഡൻ ഡ്രോപ്പിംഗ് ഓഫ് ദ ബേബീസ് ഹെഡ് ഇൻ റിലേഷൻ ടു ദ ട്രങ്ക്. നമ്മൾ സാധാരണ ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടുണ്ടാവും, നിയോനേറ്റൽ ICUവിൽ അല്ലെങ്കിൽ നഴ്സറിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കുഞ്ഞിനെ ഇങ്ങനെ പിടിക്കും അല്ലെ, കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ചിട്ട് പെട്ടെന്ന് എന്താണ് ഹെഡ് പതി അങ്ങ് ഡ്രോപ്പ് ചെയ്യും അല്ലെ. സോ അങ്ങനെയാണ് നമ്മൾ സാധാരണ ഈ മോറോ റിഫ്ലക്സ് എലിസിറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? സഡൻ ഡ്രോപ്പിംഗ് ഓഫ് ദ ബേബീസ് ഹെഡ് ഇൻ റിലേഷൻ ടു ദ ട്രങ്ക്. അപ്പൊ എന്ത് റെസ്പോൺസ് വരും എന്നുള്ള രീതിയിലാണ് നമ്മൾ മോറോ റിഫ്ലക്സ് എലിസിറ്റ് ചെയ്യുക. സോ അതിന്റെ റെസ്പോൺസ്, പോസിറ്റീവ് റെസ്പോൺസ് എങ്ങനെയാ വരിക? റെസ്പോൺസ് കൺസിസ്റ്റിംഗ് ഓഫ് ഓപ്പണിംഗ് ദ ഹാൻഡ്സ് ആൻഡ് എക്സ്റ്റൻഷൻ ആൻഡ് അബ്ഡക്ഷൻ ഓഫ് ദ അപ്പർ എക്സ്ട്രിമിറ്റീസ്. എന്താ സംഭവം? ഹാൻഡ്സ് ഓപ്പൺ ചെയ്യുന്നു, അതിനുശേഷം ഹാൻഡ്സ് എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇതാണ് എക്സ്റ്റൻഷൻ അല്ലെ, എക്സ്റ്റൻഷൻ. നെക്സ്റ്റ് അബ്ഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയുടെ മിഡിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകുന്നു. അതാണ് അബ്ഡക്ഷൻ എന്ന് പറയുക. അഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇങ്ങനെ ഓർത്തിരിക്കുക. അഡക്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് കൊണ്ടുവരിക, അബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ ദൂരേക്ക് കൊണ്ടുപോവുക കേട്ടോ. അബ്ഡക്ഷൻ ഓഫ് ദ അപ്പർ എക്സ്ട്രിമിറ്റീസ് കേട്ടോ. അപ്പർ എക്സ്ട്രിമിറ്റീസ് എന്ത് ചെയ്യുന്നു? അബ്ഡക്ട് ചെയ്യുന്നു, ഫോളോഡ് ബൈ ആന്റീരിയർ ഫ്ലെക്ഷൻ കേട്ടോ. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ആന്റീരിയർ ഫ്ലെക്ഷൻ ഓഫ് ദ അപ്പർ എക്സ്ട്രിമിറ്റീസ് വിത്ത് ആൻ ഓഡിബിൾ ക്രൈ. കുഞ്ഞ് കരയുകയും ചെയ്യുന്നു. സോ ഇതാണ് മോറോ റിഫ്ലക്സ്. അല്ലെങ്കിൽ നോർമലി ഇങ്ങനെ ആയിരിക്കണം മോറോ റിഫ്ലക്സ് വരിക കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താ ആദ്യം എന്ത് ചെയ്യുന്നു? അബ്ഡക്ഷൻ ഉണ്ടാകുന്നു, കൂടാതെ എക്സ്റ്റൻഷൻ ഉണ്ടാകുന്നു അല്ലെ ആംസിന്റെ. അതിനുശേഷം എന്താ വരിക? അഡക്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വരുന്നു, കൂടാതെ ഫ്ലക്ഷനും വരുന്നു. അടുത്തേക്ക് വരുന്നു, കൂടാതെ ഫ്ലക്ഷൻ ഓഫ് ദ അപ്പർ എക്സ്ട്രിമിറ്റീസും ഉണ്ടാകുന്നു. ഇതാണ് ആക്ച്വലി എന്ത് പറയുക? മോറോ റിഫ്ലക്സ്. ഇതാണ് മോറോ റിഫ്ലക്സ് എന്ന് പറയുക. സോ നമുക്ക് നോക്കാം, മോറോ റിഫ്ലക്സ് എപ്പോഴാണ് അപ്പിയർ ആകുക? അപ്പിയേഴ്സ് അറ്റ് ബർത്ത് കേട്ടോ. കുഞ്ഞ് ജനിക്കുമ്പോഴേ കുഞ്ഞിന് മോറോ റിഫ്ലക്സ് ഉണ്ടാകും. ഡിസപ്പിയർ ആകുന്നത് 3 to 6 months കേട്ടോ. 3 മുതൽ 6 മാസം വരെ പ്രായമാകുമ്പോൾ കുഞ്ഞിന്റെ മോറോ റിഫ്ലക്സ് ഡിസപ്പിയർ ആകുന്നു. ദെൻ അസിമെട്രിക്
മോറോ റിഫ്ലെക്സ് മേ ഇൻഡിക്കേറ്റ് ക്ലാവിക്കൽ ഫ്രാക്ചർ ഓർ എർസ് പാൾസി. അതായത് കുഞ്ഞിന് ഇപ്പൊ ബോഡിയുടെ രണ്ട് വശത്തും ഒരുപോലെ അല്ല മോറോ റിഫ്ലെക്സ് വരുന്നത് എങ്കിൽ ആക്ച്വലി എന്താ അതിന്റെ റീസൺ? ഒന്ന് ക്ലാവിക്കൽ ഫ്രാക്ചർ ആയിരിക്കണം, അല്ലെങ്കിൽ എർസ് പാൾസി ആയിരിക്കണം. എന്താണ് എർസ് പാൾസി എന്ന് പറയുക? അതായത് ബ്രേക്കിയൽ പ്ലെക്സസിൽ വരുന്ന ഇഞ്ചുറി കാരണമാണ് എർസ് പാൾസി വരിക. സാധാരണ നെർവ് റൂട്ട് C5C6 അതായത് സെർവൈക്കൽ നെർവ് റൂട്ട് 5-6 വരുന്ന ഇഞ്ചുറി കാരണമാണ് എർസ് പാൾസി വരിക. ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് വേറെ ഒരു പേരുണ്ട്. എന്താണ്? വെയിറ്റേഴ്സ് ടിപ്പ്. ഇങ്ങനെ നമ്മൾ പറയല്ലേ, വെയിറ്റേഴ്സ് ടിപ്പ് എന്ന് നമ്മൾ പറയാം. അതാണ് എർസ് പാൾസി എന്ന് പറയുക. നെക്സ്റ്റ്, ആബ്സെന്റ് മോറോ റിഫ്ലെക്സ് മേ സജസ്റ്റ് സിവിയർ CNS ഡാമേജ് ഓർ സ്പൈനൽ കോഡ് ഇഞ്ചുറി. കേട്ടോ, അതായത് മോറോ റിഫ്ലെക്സ് ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവം? CNS ഡാമേജ് നമുക്ക് സസ്പെക്ട് ചെയ്യാം. അതുപോലെ എസിമെട്രിക് മോറോ റിഫ്ലെക്സ് ആണെങ്കിൽ ക്ലാവിക്കൽ ഫ്രാക്ചർ അല്ല എങ്കിൽ എർസ് പാൾസി നമുക്ക് സസ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? റൂട്ടിംഗ് റിഫ്ലെക്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിഫ്ലെക്സ് ആണ്, നമുക്ക് അറിയുന്ന റിഫ്ലെക്സ് ആണ്. എലിസിറ്റഡ് ബൈ സ്ട്രോക്കിംഗ് ദ ചീക്ക്. ഈ കുഞ്ഞിന്റെ ചീക്ക് സ്ട്രോക്ക് ചെയ്തിട്ടാണ് നമ്മൾ എലിസിറ്റ് ചെയ്യുക. അപ്പൊ ബേബിയുടെ നോർമൽ റെസ്പോൺസ് എന്തായിരിക്കും? ടേൺസ് ഹെഡ് ടുവേർഡ് ദ സ്റ്റിമുലസ്. ഏത് വശത്താണോ സ്റ്റിമുലേറ്റ് ചെയ്തത് അവിടേക്ക് കുഞ്ഞ് എന്ത് ചെയ്യുന്നു? കുഞ്ഞിന്റെ തല ടേൺ ചെയ്യുന്നു. അതുകൂടാതെ മൗത്ത് ഓപ്പൺ ചെയ്യുന്നു. കേട്ടോ, സാധാരണ യൂസ്ഫുൾ ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ് ഇനിഷ്യേഷൻ ആൻഡ് പ്രസന്റ് അറ്റ് ബർത്ത് ആൻഡ് ഡിസപ്പിയേഴ്സ് ബൈ 4 months. അല്ലെ, കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഈ റൂട്ടിംഗ് റിഫ്ലെക്സ് ഉണ്ടാകും. കൂടാതെ 4 മാസം ആകുമ്പോൾ അത് ഡിസപ്പിയർ ആവുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, സക്കിംഗ് റിഫ്ലെക്സ് അല്ലെങ്കിൽ സക്ലിംഗ് റിഫ്ലെക്സ് എന്ന് നമ്മൾ പറയും. എലിസിറ്റഡ് ബൈ പ്ലേസിംഗ് ആൻ ഓബ്ജക്ട് ഇൻ ദ മൗത്ത്. കുഞ്ഞിന്റെ മൗത്തിൽ ഒരു ഒബ്ജക്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റിതമിക് സക്കിംഗ് ഒക്കേഴ്സ്. കുഞ്ഞ് അൺകോൺഷ്യസ്ലി തന്നെ റിതമിക്കലി സക്കിംഗ് ഉണ്ടാകുന്നു, ഫെസിലിറ്റേറ്റിംഗ് ഫീഡിംഗ്. ഇത് എപ്പോഴാണ് പ്രസന്റ് ആവുക? പ്രസന്റ് ഫ്രം 32 weeks ഓഫ് ജസ്റ്റേഷൻ. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തോണെ. 32 weeks ഓഫ് ജസ്റ്റേഷനിൽ തന്നെ ഈ സക്കിംഗ് റിഫ്ലെക്സ് പ്രസന്റ് ആയിരിക്കും. ബിക്കംസ് വോളണ്ടറി അറൌണ്ട് 9 months. നെക്സ്റ്റ് വരുമ്പോ പാമാർ ഗ്രാസ്പ് റിഫ്ലെക്സ്. കേട്ടോ, പാമാർ ഗ്രാസ്പ് റിഫ്ലെക്സ്. ഇത് പാമാർ ഗ്രാസ്പ് അറിയാലോ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കുഞ്ഞിനെ ഹോൾഡ് ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞെന്താണ് ഇങ്ങനെ പാമിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യും. അതായത് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ആയിരിക്കും കുഞ്ഞ് എന്ത് ചെയ്യുക? അത് ഹോൾഡ് ചെയ്യുക. അതിനാണ് നമ്മൾ എന്ത് പറയുക? പാമാർ ഗ്രാസ്പ് റിഫ്ലെക്സ് എന്ന് പറയുക. സോ അപ്പിയേഴ്സ് അറ്റ് ബർത്ത് ആൻഡ് ഫേഡ്സ് ബൈ 4 to 6 months. കേട്ടോ, 4 to 6 months ആവുമ്പോൾ പാമാർ ഗ്രാസ്പ് റിഫ്ലെക്സ് ഡിസപ്പിയർ ആകും. അതിനുശേഷവും ഇത് പെർസിസ്റ്റ് ആവുകയാണെങ്കിൽ കുഞ്ഞിന് സെറിബ്രൽ പാൾസി നമുക്ക് സസ്പെക്ട് ചെയ്യാം. കേട്ടോ, സെറിബ്രൽ പാൾസി സസ്പെക്ട് ചെയ്യാം. അസിമെട്രി മേ ഇൻഡിക്കേറ്റ് ട്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി. അതായത് രണ്ട് ആംസിലും ഒരുപോലെ അല്ല ഈ പാമാർ ഗ്രാസ്പ് റിഫ്ലെക്സ് വരുന്നത് എങ്കിൽ, അതായത് ഒരു കയ്യിൽ പ്രസന്റ് ആണ്, ഒരു കയ്യിൽ ആബ്സെന്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറി സസ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ്, അസിമെട്രിക് ടോണിക് നെക്ക് റിഫ്ലെക്സ്. അസിമെട്രിക് ടോണിക് നെക്ക് റിഫ്ലെക്സ്. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് ഫെൻസിംഗ് പോസ്റ്റർ. ഇതിന് വേറെ പേരെന്താണ്? ഫെൻസിംഗ് പോസ്റ്റർ ആണ്. ടേണിംഗ് ഹെഡ് ടു വൺ സൈഡ് കോസസ് എക്സ്റ്റൻഷൻ ഓഫ് ലിംബ് ടു ദാറ്റ് സൈഡ്, ഫ്ലെക്ഷൻ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്. നോക്കിക്കേ, ഈ കുഞ്ഞിന്റെ തല ഒരു വശത്തേക്ക് ചരിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ്? ആ വശത്തുള്ള ആംസ് എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് സൈഡ് ആംസ് എന്ത് ചെയ്യുന്നു? ഫ്ലെക്സ് ചെയ്യുന്നു, അല്ലെ, അല്ലെങ്കിൽ കുഞ്ഞു കൈ മടക്കുന്നു. സോ അതിനാണ് എന്ത് പറയുക? അസിമെട്രിക് ടോണിക് നെക്ക് റിഫ്ലെക്സ് എന്ന് പറയുക. സോ അപ്പിയേഴ്സ് അറ്റ് ബർത്ത് ആൻഡ് ഡിസപ്പിയേഴ്സ് ബൈ 6 months. കേട്ടോ, 6 മാസം ആകുമ്പോൾ അസിമെട്രിക് ടോണിക് നെക്ക് റിഫ്ലെക്സ് ഡിസപ്പിയർ ആകുന്നു. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിഫ്ലെക്സ് ആണ് ബാബിൻസ്കി റിഫ്ലെക്സ് എന്ന് പറയുക. നമ്മളത് എങ്ങനെ എലിസിറ്റ് ചെയ്യുക? സ്ട്രോക്കിംഗ് ലാറ്ററൽ സോൾ കോസസ് ഡോർസി ഫ്ലക്ഷൻ ഓഫ് ബിഗ് ടോ ആൻഡ് ഫാനിങ് ഓഫ് അതേഴ്സ്. എന്താ സംഭവം? നമ്മള് ഈ ടോ കുഞ്ഞിന്റെ ഈ ലാറ്ററൽ സോൾ, ഇതാണ് ലാറ്ററൽ സോൾ ആയിട്ട് വരിക. ലാറ്ററൽ സോൾ നമ്മൾ സ്ട്രോക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഡോർസി ഫ്ലക്ഷൻ ഓഫ് ദ ബിഗ് ടോ. അതാണ്ട് ഈ വലിയ ബിഗ് ടോ ഉണ്ടല്ലോ, അതായത് നമ്മുടെ തള്ള വിരൽ നമ്മൾ പറയല്ലേ, വലിയ വിരല്. സോ അതെന്ത് ചെയ്യുന്നു? ഡോർസി ഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡോർസി ഫ്ലക്ഷൻ എന്ന് പറഞ്ഞാല് ഈ ഗ്രേറ്റ് ടോ മുകളിലേക്ക് ബെൻഡ് ആവുന്നു. ഇതാണ് ഡോർസി ഫ്ലക്ഷൻ. അതേസമയം പാമാർ ഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് പാമിലേക്ക് ഫ്ലെക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? പാമാർ ഫ്ലക്ഷൻ എന്ന് പറയുക. ഇവിടെ എന്താ സംഭവിക്കുക? ഗ്രേറ്റ് ടോ എന്ത് ചെയ്യുന്നു? ഡോർസി ഫ്ലക്ഷൻ. കേട്ടോ, ഡോർസി ഫ്ലക്ഷൻ ഉണ്ടാകുന്നു ഗ്രേറ്റ് ടോയ്ക്ക്. ആൻഡ് ഫാനിങ് ഓഫ് അതേഴ്സ്, അതെ, ബാക്കിയുള്ള ടോസ് എന്ത് ചെയ്യുന്നു? ഫാനിങ്, ഒരു ഫാൻ പോലെ ഇങ്ങനെ കേർവ് ചെയ്ത് വരുന്നു. ഇതാണ് ബാബിൻസ്കി റിഫ്ലെക്സ് എന്ന് പറയുക. നോർമൽ ഇൻ ഇൻഫന്റ്സ് അപ് ടു 12 months.
മന്ത്സ്, കുഞ്ഞുങ്ങൾക്ക് 12 മാസം പ്രായമാകുന്നത് വരെ ഇത് പോസിറ്റീവായിട്ട് തന്നെ നിൽക്കും. അതിനുശേഷമാണ് നെഗറ്റീവ് ആവുക. അഡൽട്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അഡൽട്സിൽ ഈ ബാബിൻസ്കി റിഫ്ലെക്സ് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അഡൽട്സിന് CNS പെത്തോളജി ഉണ്ട് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പം ഈ ബാബിൻസ്കി റിഫ്ലെക്സ് 12 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കും എന്ന് കൂടി ഓർക്കാം. നെക്സ്റ്റ് പാരച്യൂട്ട് റിഫ്ലെക്സ് ആണ്. അപ്പിയർസ് ബൈ 8 to 9 months and persists throughout life കേട്ടോ. ചോദിക്കും, അതായത് കുഞ്ഞായിരിക്കുമ്പോഴേ മീൻസ് ഉണ്ടാകുന്ന റിഫ്ലെക്സ് അത് ത്രൂ ഔട്ട് ലൈഫ് പെർസിസ്റ്റ് ചെയ്യുന്നത് ഏത് റിഫ്ലെക്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? പാരച്യൂട്ട് റിഫ്ലെക്സ്. അത് എങ്ങനെ എലിസിറ്റ് ചെയ്യുക? വെൻ ടിൽറ്റഡ് ഫോർവേഡ് ഇൻഫന്റ് എക്സ്റ്റെൻഡ് ആംസ് ടു ബ്രേക്ക് ഫോൾ. അതായത് നമ്മൾ കുഞ്ഞിനെ ഇങ്ങനെ, അതായത് സപ്പോസ് ഇത് കുഞ്ഞാന്ന് വെച്ചോളൂ, പിന്നെ നമ്മൾ ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞെന്താണ് കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പാരച്യൂട്ടിൽ നിന്ന് ലാൻഡ് ചെയ്യുന്നത് പോലെ കുഞ്ഞ് കൈകൾ വെക്കും അല്ലെ. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? പാരച്യൂട്ട് റിഫ്ലെക്സ് എന്ന് പറയുക. ഓർക്കുക, ഇത് ത്രൂ ഔട്ട് ലൈഫ് ടൈം ഉണ്ടാകും എന്ന് കൂടി ഓർക്കുക. നെക്സ്റ്റ് നമ്മുടെ ഈ റിഫ്ലെക്സസിന്റെ തന്നെ ഒരു ടൈം ലൈൻസ് ആണ് പറയുക. അതായത് മോറോ റിഫ്ലെക്സ് ബർത്തിൽ തുടങ്ങി 4 to 6 months വരെ, അല്ലെങ്കിൽ 3 to 6 months വരെ പെർസിസ്റ്റ് ചെയ്യുന്നു. റൂട്ടിംഗ് റിഫ്ലെക്സ് ആണെങ്കിലോ ബർത്ത് ടു 4 months ആണ്. സക്കിംഗ് 32 weeks, ജസ്റ്റേഷൻ ടു 4 months ആണ്. പാമാർ ഗ്രാസ്പ ബർത്ത് ടു 4 to 6 months ആണ്. അസിമെട്രിക് ടോണിക് നെക്ക് റിഫ്ലെക്സ് ബർത്ത് ടു 6 months ആണ്. സ്റ്റെപ്പിംഗ് ആണെങ്കിലോ ബർത്ത് ടു 2 months ആണ്. പാരച്യൂട്ട് റിഫ്ലെക്സ് ആണെങ്കിലോ അപ്പിയേഴ്സ് അറ്റ് 8 to 9 months ആണ്. അതിനുശേഷം അത് പെർസിസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അതായത് ഒരു വ്യക്തിയുടെ ആജീവനാന്തം അത് പെർസിസ്റ്റ് ചെയ്യുന്നു. പാരച്യൂട്ട് ചോദിക്കാം. അതായത് എന്താ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വന്നിട്ട് ജീവിതകാലം മുഴുവൻ പെർസിസ്റ്റ് ചെയ്യുന്ന റിഫ്ലെക്സ് ഏതാണ്? പാരച്യൂട്ട് റിഫ്ലെക്സ് ആണ്. നെക്സ്റ്റ് ബാബിൻസ്കി റിഫ്ലെക്സ് ബർത്ത് ടു 12 months കേട്ടോ. ഇതാണ് നമുക്ക് ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടിയിരുന്ന പീഡിയാട്രിക്കിലെ റിഫ്ലെക്സസ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള വൺലൈനേഴ്സ്. അപ്പൊ ഇനി ഞാൻ വീണ്ടും പറയുന്നു, ഈ വീഡിയോയുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ ഏതെങ്കിലും ടോപ്പിക്സിന്റെ ഡിസ്കഷൻ വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മൾ ആക്ച്വലി ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആണ് JPHN എക്സാമിന്റെ. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. കൂടാതെ നമ്മുടെ വരുന്ന എല്ലാ എക്സാംസും, അതായത് JPHN എക്സാം വരുന്നുണ്ട്, നോർസെറ്റ് എയിംസ് എക്സാം വരുന്നുണ്ട്, RRB, പിന്നെ നമ്മുടെ സ്റ്റാഫ് നഴ്സ് എക്സാം, വളരെ നന്നായിട്ട് പഠിക്കുക. ഇതിന്റെ എല്ലാം കോച്ചിങ് നമുക്ക് അവൈലബിൾ ആണ്. എസ്പെഷ്യലി നമ്മുടെ JPHന്റെ ക്രാഷ് ബാച്ച് അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ റിവിഷൻ ബാച്ചിന്റെ അഡ്മിഷൻ ഇപ്പൊ നടക്കുന്നുണ്ട്, ക്ലാസ്സുകൾ നടന്നു വരുന്നു. അപ്പം ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.